ഷേഖ് ഹസീന എന്ന ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിൽ അഭയാർത്ഥിനിയായി കഴിയുകയാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന ഒരു പ്രക്ഷോഭം ഇവരെ അവിടെ നിന്നും ആ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. അതിനെ അവർ ശക്തമായി നേരിട്ടു. അതിൽ വിദ്യാർത്ഥികളും മറ്റ് പലരും ഒക്കെ കൊല്ലപ്പെടുകയും ചെയ്തു. അതൊക്കെയാണ് ഷേഖ് ഹസീനയുടെ പേരിലുള്ള ആരോപണങ്ങൾ. ഷേഖ് ഹസീന തന്നെ 2009 രൂപീകരിച്ചൊരു കോടതിയാണ് ഇൻ്റർനാഷണൽ കോടതി. പക്ഷേ അതിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആരും തന്നെ ജഡ്ജിമാരായിട്ട് ഇല്ല തന്നെ. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നയാൾ, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയല്ല. അദ്ദേഹം ജമായത്തെ ഇസ്ലാമിയുടെ കയ്യിലെ ഒരു കളിപ്പാവം മാത്രമാണ്. അപ്പോൾ ഈ ഷേഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പാകിസ്ഥാന് യാതൊരു നിയന്ത്രണവും അവരുടെ മേലുണ്ടായിരുന്നില്ല. ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി കപ്പലുകൾ ആ ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ കൊണ്ടുവരുന്നതിനും അവിടെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയെ ഉന്നം വയ്ക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ നൽകിയിരുന്നില്ല. അവർ ഇന്ത്യയെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു സ്ത്രീയായിരുന്നു. കാരണം അവർക്ക് ഇന്ത്യയോട് വളരെ കടപ്പാടുണ്ട്. നമുക്കറിയാം 1971 ബംഗ്ലാദേശ് രൂപം കൊള്ളുന്നത് ഇന്ദിരാഗാന്ധി പാകിസ്ഥാനുമായിട്ട് നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശിനെ പരിപൂർണമായി മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി എന്നുള്ളതാണ്. ആ സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ നായകൻ മുജീബ് റഹ്മാനായിരുന്നു യഥാർത്ഥ ബംഗ്ലാദേശിൻ്റെ ഒരു പിതാവ് എന്ന് വേണമെങ്കിലും അദ്ദേഹത്തെ പറയാം. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ഈ ഷേഖ് ഹസീന. അവരുടെ മേൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം ശരിയായൊരു വിചാരണ നടത്തി അവർ കുറ്റക്കാരിയാണോ എന്നുള്ളത് കണ്ടെത്തിയിട്ട് ശേഷമുള്ളതല്ല ഈ വിധിയും. ആ വിധി എന്ന് പറയുന്നത് അവരെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിധി. അവർക്ക് മരണശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. ആ വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ ശ്രമിക്കുന്നത്. അതേതായാലും ഒരു കാരണവശാലും നടക്കില്ല. ഇന്ത്യ ഷേഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല.